നമസ്കാരം. മധ്യപ്രദേശിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ തർക്കം. പിണങ്ങി സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി സമാജ്വാദി പാർട്ടി. പരിഹാസവുമായി കമൽനാഥ്. സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ വിമതരും പാർട്ടി ചാടലും ബിജെപിയിലും കോൺഗ്രസിലും സജീവമാണ്. CM ഇബ്രാഹിമിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി JDS. ദേശീയ തലത്തിൽ സംഭവ വികാസങ്ങൾ ഏറെയാണ്. സ്വാഗതം ഇന്ത്യ 360യിലേക്ക്. നിരവധി ചർച്ചകളും കൂടിക്കാഴ്ചകളും. ഒടുവിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണ. മുന്നണി പിറന്നു. അതിന്റെ നാമകരണം അടക്കമുള്ള ചടങ്ങുകളും പൂർത്തിയായി. പക്ഷേ എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തല്ലിപ്പിരിയുന്ന കാഴ്ചയാണ് ഇന്ത്യ സഖ്യത്തിൽ കാണുന്നത്. 5 അസംബ്ലികളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും മുൻപേ പല വഴിക്കാകുമോ ഇന്ത്യ പാർട്ടികൾ? अगर ये मुझे पहले दिन पता होता कि विधानसभा स्तर पर कोई गठबंधन नहीं है इंडिया का, तो हम उसमें कभी मिलने नहीं जाती हमारी पार्टी के लोग, न अपनी हम सूची देते कांग्रेस के लोगों को, न कांग्रेस के लोगों का फोन उठाते। और जैसा व्यवहार होगा समाजवादी पार्टी के साथ, वैसा ही व्यवहार उनको देखने को मिलेगा यहाँ पर। തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ജയപ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യ മുന്നണിയിൽ തർക്കങ്ങൾ ഉടലെടുത്തതും ഇവിടെ നിന്നാണ്. മധ്യപ്രദേശിൽ നടത്താനിരുന്ന ഇന്ത്യ മുന്നണിയുടെ ആദ്യ സംയുക്ത റാലി റദ്ദാക്കേണ്ടി വന്നു. 2020 സർക്കാരിന് രാജിവെക്കേണ്ടി വന്നതു മുതൽ കോൺഗ്രസിനെ തിരികെ അധികാരത്തിലെത്തിക്കാനുള്ള ഊർജിത ശ്രമത്തിലായിരുന്നു കമൽനാഥ്. ഇതിനെ സ്വന്തം തട്ടകമായിരുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പാടെ വിട്ടുമാറി സംസ്ഥാനത്ത് മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു കമൽനാഥ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മധ്യപ്രദേശിൽ മുന്നണിക്കായി വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ആരും കരുതിയില്ല. അതുതന്നെയാണ് സംഭവിച്ചതും. ആദ്യം ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ കോൺഗ്രസും സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്തിയതോടെ അനുനയത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ പട്ടിക പ്രഖ്യാപിക്കുന്ന വേളയിലാണ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം. കോൺഗ്രസ് ചതിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിൽ നിൽക്കണോ എന്ന് പോലും ആലോചിക്കേണ്ടിയിരിക്കുന്നുവെന്ന കടുത്ത നിലപാടുകളിലേക്കാണ് സമാജ്വാദി പാർട്ടി കടക്കുന്നത്. इंडिया गठबंधन हम ही कंफ्यूज हो गए होंगे, इसका मतलब अगर हम उन मीटिंगों में बैठे हैं तो हम ही कंफ्यूज रहे होंगे। इसीलिए जिस व्यक्ति के बारे में आप बात कर रहे हैं, मुझे नहीं पता कि कांग्रेस पार्टी का कौन व्यक्ति इस तरह की बात कर रहा है। हमें तो ये लगा कि जब मध्य प्रदेश के मुख्यमंत्री जो रहे, पूर्व में कई बार मुख्यमंत्री रहे, वो रहे, उन्होंने मीटिंग बुलाई और पूछा समाजवादी पार्टी से, हमने अपनी पूरी परफॉर्मेंस बताई, किस समय पर समाजवादी पार्टी के विधायक कहाँ जीते हैं, कभी 1 जीते, कभी 2 जीते, कभी 5 जीते, और किस जगह हम नंबर 2 पे रहे। पूरी चर्चा हुई और रात भर 1 बजे तक समाजवादी पार्टी के नेताओं को जगाया उन्होंने और बातचीत की, पूरे आंकड़े देखे और आश्वासन दिया कि हम 6 सीटों पर विचार करेंगे। लेकिन जब रिजल्ट आया, घोषित की गई सीटें, तो समाजवादी पार्टी शून्य रही। अगर ये मुझे पहले दिन पता होता कि विधानसभा स्तर पर कोई गठबंधन नहीं है इंडिया का, तो हम उसमें कभी मिलने नहीं जाती हमारी पार्टी के लोग, न अपनी हम सूची देते कांग्रेस के लोगों को, न कांग्रेस के लोगों का फोन उठाते। लेकिन अगर उन्होंने ये बात कही है कि गठबंधन नहीं है, तो हम स्वीकार करते हैं गठबंधन नहीं है। और गठबंधन अगर केवल उत्तर प्रदेश में केंद्र के लिए होगा तो उस समय विचार किया जाएगा, और जैसा व्यवहार होगा समाजवादी पार्टी के साथ, वैसा ही व्यवहार उनको देखने को मिलेगा यहाँ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നിർണ്ണയിക്കാൻ കഴിവുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ കരുത്തരായിട്ടുള്ള സമാജ്വാദി പാർട്ടിയെ പിണക്കുന്നത് ഭാവിയിലേക്ക് ദോഷം ചെയ്യും. 2017 ഒരുമിച്ച് മത്സരിച്ച കോൺഗ്രസും സമാജ്വാദിയും തെരഞ്ഞെടുപ്പിന് പിന്നാലെ തെറ്റിപ്പിരിഞ്ഞു. പിന്നീട് RLDയുമായി സഖ്യമുണ്ടാക്കിയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ SP മത്സരിച്ചതുപോലും. അങ്ങനെയുള്ള സമാജ്വാദിയെ പിണക്കുന്നത് കോൺഗ്രസിന് മാത്രമല്ല, സഖ്യത്തിനാകെ തിരിച്ചടിയാകും സൃഷ്ടിക്കുക. എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം വഴങ്ങുന്നില്ല എന്ന് വേണം പറയാൻ. കമൽനാഥിന്റെ ഈ വാക്കുകളിൽ വ്യക്തമാണ്, ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും ഒന്നും മധ്യപ്രദേശിൽ സ്ഥാനമില്ല എന്ന്. അതിന് കമൽനാഥിനെ കുറ്റം പറയാനും പറ്റില്ല. കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരം പിടിച്ച ഇടമാണ് മധ്യപ്രദേശ്. പാർട്ടി MLAമാർ കാലുവാരിയില്ലായിരുന്നുവെങ്കിൽ 5 വർഷം സുഖമായി പൂർത്തിയാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം കരുത്തിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് പോലും നിർണായകമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അസ്വാരസ്യങ്ങളും
തുടർന്നുള്ള വിമത നീക്കങ്ങളും ഇപ്പോഴേ കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ സ്വന്തം സീറ്റുകൾ മറ്റൊരു പാർട്ടിക്ക് വിട്ടുകൊടുക്കാൻ ഒരു സംസ്ഥാന നേതാവും ആഗ്രഹിക്കുകയുമില്ല. പാർട്ടിയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനാണ് ആദ്യ സംയുക്ത റാലി കമൽനാഥ് ഇടപെട്ട് റദ്ദാക്കിയത്. ഇപ്പോൾ ഇതാ SP-യുമായും ആം ആദ്മി പാർട്ടിയുമായും സഖ്യം രൂപീകരിക്കാതെ മത്സരിക്കാനുള്ള തീരുമാനം. സംസ്ഥാനത്ത് പാർട്ടിയെ കരുത്തുറ്റതാക്കാനുള്ള കമൽനാഥിന്റെ ശ്രമങ്ങളെയും അതിനായുള്ള ഇത്തരം കടുംവെട്ടുകളെയും അതിനാൽ കേന്ദ്ര നേതൃത്വം പാടെ തള്ളിക്കളയുകയുമില്ല. कांग्रेस पार्टी को साफ करना चाहिए था. मेरा मानना यह है कि अगर आपको सीट नहीं देनी थी तो समाजवादियों से बात नहीं करनी चाहिए थी. आपको पहला ही कदम ये उठा लेना चाहिए था कि आप अपना संगठन और अपनी पार्टी के हिसाब से लड़िए और जो सहयोग चाहते वो बता देते तो शायद समाजवादी पार्टी सहयोग करती और खड़ी रहती. कि अगर कांग्रेस इसी तरह का व्यवहार करेगी तो कौन उनके साथ खड़ा होगा. इसलिए मैं कोई राय सुझाव नहीं दे रहा हूँ कांग्रेस पार्टी को, लेकिन देश के सामने बड़ी चुनौती है. बीजेपी बड़ी पार्टी है, बीजेपी बहुत ऑर्गेनाइज्ड दल है, इसलिए उसके मुकाबले के लिए कोई भी कंफ्यूजन किसी दल के अंदर नहीं होना चाहिए. अगर कंफ्यूजन के साथ आप चुनाव लड़ोगे बीजेपी से तो आप कामयाब नहीं होगे. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെതിരായ പരാതി ഇതാദ്യമല്ല. മുന്നണി രൂപീകരണത്തിന് പിന്നാലെ പശ്ചിമ ബംഗാളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനിടയിൽ മമതാ ബാനർജിയും കോൺഗ്രസിനും CPM-നുമെതിരെ ആക്ഷേപമുന്നയിച്ചിരുന്നു. അന്ന് സ്ഥാനാർത്ഥി നിർണയമായിരുന്നില്ല വിഷയം, മറിച്ച് പ്രചാരണത്തിലുടനീളം തൃണമൂൽ സർക്കാരിനെതിരെ പ്രചരണം നടത്തിയതാണ് മമതയെ പ്രകോപിപ്പിക്കാൻ കാരണം. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മിസോറാമിലും ആം ആദ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യയൊട്ടാകെ ആം ആദ്മിയുടെ വേരോട്ടം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതിന് അവർ കഠിനമായി പരിശ്രമിക്കുന്നുമുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ വെട്ടാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വന്തമായി IPL ടീം, ജാതി സെൻസസ്, OBC വിഭാഗക്കാർക്ക് 27% സംവരണം, കാർഷിക വായ്പ എഴുതിത്തള്ളൽ, 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്, 10 ലക്ഷം രൂപയുടെ അപകട പരിരക്ഷ, 500 രൂപയ്ക്ക് പാചകവാതക സിലിണ്ടർ, സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ സഹായം, 100 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, സാധാരണ ഉപഭോക്താക്കൾക്ക് പകുതി നിരക്കിൽ 200 യൂണിറ്റ് വൈദ്യുതി, കർഷകർക്ക് ജലസേചന ആവശ്യങ്ങൾക്കായി 5 HP മോട്ടറിന്റെ സൗജന്യ വൈദ്യുതി തുടങ്ങിയ ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത്. വോട്ടർമാരിൽ വലിയൊരു വിഭാഗം വരുന്ന യുവാക്കളെ ലക്ഷ്യമിട്ടും പ്രഖ്യാപനങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഒഴിവുള്ള 2 ലക്ഷം സർക്കാർ തസ്തികകൾ നികത്തുമെന്നും 2 വർഷത്തേക്ക് പ്രതിമാസം 1500 രൂപ മുതൽ 3000 രൂപ വരെ തൊഴിൽ രഹിത വേതനം നൽകുമെന്നും പത്രികയിൽ പറയുന്നു. 59 വാഗ്ദാനങ്ങളും 101 പ്രധാന ഉറപ്പുകളും അടങ്ങുന്ന 106 പേജ് പ്രകടന പത്രിക കമൽനാഥ് തന്നെയാണ് പുറത്തിറക്കിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഖർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ മാനിഫെസ്റ്റോ പ്രകാശനം ചെയ്യുമ്പോൾ മധ്യപ്രദേശിൽ എല്ലാം കമൽനാഥിന്റെ കൈപ്പിടിയിലാണ്. തെരഞ്ഞെടുപ്പ് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തർക്കങ്ങളുടെയും വിമത നീക്കങ്ങളുടെയും സമയമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ പാർട്ടിയിൽ സീറ്റിനായുള്ള തമ്മിലടി തുടങ്ങും. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാലോ വിമത നീക്കങ്ങളും പാർട്ടി വിടലും ഒക്കെ ഉണ്ടാകും. ഇത്തവണയും ഈ ചിത്രത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മിസോറാം ഒഴികെ മറ്റ് 4 സംസ്ഥാനങ്ങളിലും വിമത നീക്കങ്ങളടക്കം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൽ തർക്കങ്ങളും അധികാര വടംവലികളും ഇല്ലാത്ത കാലമില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. പ്രവർത്തകരെക്കാൾ നേതാക്കളേറെയുള്ള പാർട്ടിക്ക് ഒരു സീറ്റിൽ തന്നെയുണ്ടാകും 10ഓളം സ്ഥാനാർത്ഥിത്വ മോഹികൾ. സീറ്റ് ഒരാൾക്ക് നൽകുമ്പോൾ മറ്റ്9 പേരുടെയും മുഖം കറുക്കും. അതുവരെ പാർട്ടിക്കായി പ്രവർത്തിച്ചവർ സ്ഥാനാർത്ഥിയായവന്റെ വോട്ട് വിഹിതം കുറയ്ക്കാനുള്ള ശ്രമങ്ങളാകും നടത്തുക. അല്ലെങ്കിൽ വിമതനായി മത്സരിക്കും, അതുമല്ലെങ്കിൽ എതിർ പാർട്ടിയിൽ ചേരും. ഇതൊക്കെ തന്നെയാണ് തെലങ്കാനയിൽ സംഭവിക്കുന്നത്. ആരും കോൺഗ്രസ് മുന്നേറ്റം പ്രതീക്ഷിക്കാത്ത സംസ്ഥാനമായിരുന്നു തെലങ്കാന. എന്നാൽ എല്ലാം മാറ്റിമറിച്ചത് പ്രീപോൾ സർവേകളാണ്. മിക്ക സർവേകളും കോൺഗ്രസ് മുന്നേറ്റമാണ് പ്രവചിച്ചത്. അതുകൊണ്ട് തന്നെ സീറ്റ് മോഹികളും ഏറെയാണ്. ജയിച്ചാൽ മന്ത്രിയാകാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഇത്തരത്തിൽ സീറ്റിനായുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. സീറ്റ് വിഭജനം കഴിഞ്ഞതോടെ വലിയ തർക്കങ്ങളാണ് തെലങ്കാനയിൽ ഉടലെടുത്തത്. തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിക്കെതിരെയാണ് പ്രതിഷേധം മാത്രമല്ല
രേവന്ത് റെഡ്ഡിക്കെതിരെ ഇഡിക്ക് പരാതി നൽകുക വരെ ചെയ്തു ഒരു കൂട്ടം നേതാക്കന്മാർ. తెలంగాణ కాంగ్రెస్ ఎమ్మెల్యే టికెట్స్ అలొకేషన్స్ ఇష్యూ మెనీ అసెంబ్లీ టికెట్స్ పిసిసి ప్రెసిడెంట్ రేవంత్ రెడ్డి గారు అండ్ ఇన్ఛార్జ్ ఠాక్రే గారు కేసీ వేణుగోపాల్ గారు బోత్ ఆర్ culprits in the allocation of Congress party. So that's why we demand to Congress party high command and we request to ED also total entire tickets issuing announcement allocations one to one. Please thoroughly inquire each to each. Each to each we demand to high command and ED also. सस्पेंडेड मैसेज डाल देते कि आप सस्पेंड कर दिया गया आपको पार्टी से। अरे ये क्या मजाक है, जिंदगी है। हाँ, हम लोग जो वर्षों से काम कर रहे हैं, हमारे खून पसीने की मेहनत और पैसे लगा के हम काम कर रहे हैं, और जो है हमारे घर का लगा के हम कांग्रेस पार्टी के परचम को लेके चल रहे हैं, और उसके लिए हमारे को सस्पेंड कर दिए, और जो बाहर से आए वो लोगों को जो है टिकटान देके खुश कर दिए। തെലങ്കാനയിൽ എങ്ങുമില്ലാതിരുന്ന കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന്റെ മധ്യത്തിലെത്തിച്ചത് ഒരേയൊരു വ്യക്തിയുടെ മികവാണ്, രേവന്ത് റെഡ്ഡി. കൈമൈ മറന്ന പാർട്ടിക്കായി പ്രവർത്തിക്കുകയും പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന പ്രവർത്തകരെയും അനുഭാവികളെയും ഒരുപോലെ വിശ്വാസത്തിലെടുത്ത നേതാവാണ് രേവന്ത്. മറ്റുള്ളവർ പാർട്ടി വിടുമ്പോഴും അതിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ആ നേതാവിനെതിരെയാണ് പാർട്ടിയിലെ സീറ്റ് മോഹികൾ ഇഡിക്ക് പരാതി നൽകിയത്. അസ്തിത്വം നിലനിർത്താനായി പോരാടുന്ന കോൺഗ്രസിന് ഇപ്പോൾ വേണ്ടത് ഐക്യമാണ്. ഇത് നഷ്ടമായാൽ പാർട്ടി തന്നെ ഇല്ലാതായേക്കാവുന്ന അവസ്ഥയിലും തങ്ങളുടെ മോഹങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ് ഒരു കൂട്ടം നേതാക്കന്മാർ. ശരിയായിരിക്കാം, ഏകപക്ഷീയമായി രേവന്ത് റെഡ്ഡിയാകാം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുറപ്പിച്ചത്. റെഡ്ഡി നൽകിയ പട്ടിക കേന്ദ്ര നേതൃത്വം കണ്ണുമടച്ച് അംഗീകരിച്ചിട്ടുമുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ തെറ്റു പറയാൻ ആർക്കാണ് സാധിക്കുക? ഇതുതന്നെയാണ് ഛത്തീസ്ഗഡിലും സംഭവിച്ചത്. വിഭജിച്ചു നിന്നിരുന്ന കോൺഗ്രസിനെ ഈ വർഷം ആദ്യമാണ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് എല്ലാം രമ്യതയിലെത്തിച്ചത്. ഭൂപേഷ് ബാഗേലിന്റെ വ്യക്തിപ്രഭാവം ജയകാരണമാകുമെന്ന് വിലയിരുത്തിയ കേന്ദ്ര നേതൃത്വം മുതിർന്ന നേതാവ് TS സിംഗ്ദിയോയെ മയപ്പെടുത്തി. നേതാക്കൾ തമ്മിൽ രമ്യതയിലെത്തിയപ്പോൾ പ്രവർത്തകരും ചെറു നേതാക്കന്മാരും തമ്മിലായി മത്സരം. സീറ്റ് ലഭിക്കാത്തവർ പ്രതിഷേധവുമായും വിമത സ്ഥാനാർത്ഥികളായും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ने तो अभी तक के देखिए जाति जनगणना की बात करते हैं, 20 क्विंटल धान खरीदने की व्यवस्था करती है, 17 लाख आवास देने की घोषणा कर दी। तो 3 बड़ी घोषणाएं हम लोगों ने कर दिया। भारतीय जनता पार्टी तभी तो केवल वो आलोचना करने, जेल भेजने, उल्टा लटकाने, इसके अलावा कुछ भी कर रहा है। മധ്യപ്രദേശിൽ ഇത്തവണ കമൽനാഥിന്റെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ആരുമില്ലായിരുന്നു. മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ച കൂടിയാലോചനകൾക്കൊടുവിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതുപോലും. എന്നിട്ടും മധ്യപ്രദേശിലും ഉയർന്നു വിമത സ്വരങ്ങൾ. പ്രതിഷേധങ്ങൾ സംസ്ഥാന തലസ്ഥാനത്ത് ഉയർന്നു കേട്ടു. സീറ്റ് ലഭിക്കാത്തവർ BJPയിലേക്ക് പോവുക പോലും ചെയ്തു. വിമതനായി മത്സരിക്കാനുള്ള നീക്കങ്ങളും മധ്യപ്രദേശിലെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. कांग्रेस सरकार धान 2,500 रुपए प्रति क्विंटल खरीदेगी। हम गेहूं ഇത് മാത്രമല്ല മധ്യപ്രദേശിലെ പ്രശ്നം. ഇന്ത്യ മുന്നണിക്കുള്ളിലെ തർക്കവും കോൺഗ്രസിന് തലവേദനയാകുന്നുണ്ട്. സമാജ്വാദിക്ക് കരുത്തുള്ള സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്തി കോൺഗ്രസ് SPയെ ശരിക്കും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ അഖിലേഷും സ്ഥാനാർത്ഥികളെ നിർത്തി. ഇത് കോൺഗ്രസിന്റെയും SPയുടെയും ജയസാധ്യതകളെ ഒരുപോലെ ബാധിക്കും. ഗുണം ലഭിക്കുക BJPക്കുമാകും. पत्रकार एक धर्म होता है, पत्रकारिता आपकी आत्मा में सूचना और संस्कार बसता है। एक पत्रकार स्वतः ही समाज सेवी भी होता है, क्योंकि जिसके अंदर सामाजिक सरोकार नहीं वो पत्रकार नहीं। തെലങ്കാനയിൽ BJP സംസ്ഥാന ഘടകത്തിന്റെ ചുമതല കേന്ദ്രമന്ത്രി കൂടിയായ G കിഷൻ റെഡ്ഡിക്കാണ്. മത്സര രംഗത്താകട്ടെ MPമാരടക്കമുള്ളവരും. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ചിത്രം വ്യത്യസ്തമല്ല. 10ഓളം MPമാരാണ് 2 സംസ്ഥാനങ്ങളിലും മത്സര രംഗത്തുള്ളത്. മധ്യപ്രദേശിൽ മത്സരം ഘടിപ്പിക്കാൻ തന്നെയാണ് BJP ശ്രമം. നരേന്ദ്ര സിംഗ് തോമർ അടക്കം 3 കേന്ദ്രമന്ത്രിമാരെയാണ് മധ്യപ്രദേശിൽ BJP മത്സര രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കരുത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് BJPയുടെ ഈ ശ്രമം.
പക്ഷേ BJPക്കുള്ളിലുമുണ്ട് ഇത്തവണ വിമത ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും. രാജസ്ഥാനിലെ കോൺഗ്രസിൽ വിമത ശബ്ദം വർഷങ്ങളായി തന്നെ ശക്തമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അത് ഒന്നുകൂടി വർദ്ധിച്ചു. സംസ്ഥാന നേതൃത്വം വരെ ഭിന്നിച്ചു നിൽക്കുന്നിടത്ത് താഴെത്തട്ടിലും തർക്കം രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകിയത്. 200 സീറ്റുകളുള്ള സംസ്ഥാനത്തെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ്. അത്രയേറെ കൂടിയാലോചനകളും കൂട്ടലും കിഴിക്കലും എല്ലാം നടത്തിയാണ് പട്ടിക പ്രഖ്യാപിച്ചത്. എന്നിട്ടും അതൃപ്തരുടെ നീണ്ട നിരയാണ് കോൺഗ്രസിലുള്ളത്. രാജസ്ഥാൻ BJPയിലും ചിത്രം വ്യത്യസ്തമല്ല. കോൺഗ്രസിന്റെ ആദ്യ പട്ടിക വന്നതിന് ശേഷമാണ് സംസ്ഥാനത്തെ BJPയുടെ മുഖമായ വസുന്ധര രാജയുടെ സ്ഥാനാർത്ഥിത്വം പോലും ഉറപ്പിച്ചത്. अभी कोई कहा नहीं जा सकता। बैठक हुई, निश्चित तौर पर दिल्ली के अंदर कोर ग्रुप और संसदीय बोर्ड की बैठक हुई और कई सीटों के बारे में क्या रणनीति रह सकती है, क्या होगा, इस पर चर्चा हुई. എതിരാളികൾ ഉയർത്തുന്ന വെല്ലുവിളിക്ക് മറുതന്ത്രമൊരുക്കി നേരിടാമെന്ന് കരുതാം. പക്ഷേ പാളയത്തിലെ പടയ്ക്ക് എന്തു ചെയ്യും? തെരഞ്ഞെടുപ്പിന് മുൻപ് പിണക്കിയാൽ വോട്ടുകളുടെ എണ്ണത്തെ അത് ബാധിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലോ പാർട്ടിയെ പിളർത്തുമോ എന്ന ആശങ്ക. അധികാരം ലഭിച്ചാൽ ആശങ്ക കൂടുന്ന അവസ്ഥ. എല്ലാ പാർട്ടിക്കുള്ളിലെയും ചിത്രം ഇതാണ്. കേഡർ പാർട്ടിയായ BJPയെ പോലും ഇത് ബാധിക്കുന്നുവെന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യ 360യിൽ ഇനി ഒരിടവേള. കുഴപ്പത്തിൽ ചാടിക്കുന്ന കോക്കസ് ഇപ്പോഴും സ്വവർഗ വിവാഹത്തിന് നിയമസാധുതയില്ല. നിയമസാധുത നൽകേണ്ട നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെന്റാണെന്ന 5-അംഗ ഭരണഘടനാ ബെഞ്ച്. കുട്ടികളെ ദത്തെടുക്കാനും സ്വവർഗ പങ്കാളികൾക്ക് അവകാശമില്ലെന്നും ഭൂരിപക്ഷ ബെഞ്ച് വിധിച്ചു. എന്നാൽ സ്വവർഗ പങ്കാളികൾക്ക് ഇൻഷുറൻസ്, EPF അടക്കമുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിക്കാനും സുപ്രീം കോടതി ഉത്തരവായി. അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച്, 4 വ്യത്യസ്ത വിധിന്യായങ്ങൾ. ഇതായിരുന്നു സ്വവർഗ വിവാഹത്തിന് നിയമസാധുത തേടിയുള്ള 21 ഹർജികളുടെ അന്തിമ ഫലം. വിവാഹവും വിവാഹത്തിന്റെ നിയമസാധുതയും എന്ന ആവശ്യം ന്യായമാണെന്ന് 5-അംഗ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു. എന്നാൽ നിയമസാധുത നൽകാനാകില്ലെന്ന് 5-അംഗ ബെഞ്ച് നിലപാടെടുക്കുകയായിരുന്നു. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകേണ്ടത് പാർലമെന്റാണെന്ന നിലപാടാണ് ജഡ്ജിമാർ കൈക്കൊണ്ടത്. നിയമനിർമ്മാണം നടത്താൻ ശുപാർശ ചെയ്യുന്നത് ലെജിസ്ലേച്ചറിലേക്കുള്ള കടന്നുകയറ്റമാകുമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളും പറഞ്ഞു. ഹിന്ദു മാരേജ് ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഫോറിൻ മാരേജ് ആക്ട് എന്നിവ ഭേദഗതി ചെയ്യുന്നതിലേക്കും സുപ്രീം കോടതി കടന്നില്ല. മതനിയമങ്ങൾ മറികടക്കാൻ തയ്യാറല്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിലപാടെടുക്കുകയായിരുന്നു. Where two persons of different religions and castes were unable to celebrate love in the form of marriage. Such a judicial verdict would not only have the effect of taking the nation back to the era when it was clothed in social inequality and religious intolerance, would also push the courts to choose between eradicating one form of discrimination and prejudice at the cost of permitting another. If this court takes the second approach and reads words into the provisions of the SMA and provisions of other allied laws such as the Indian Succession Act and Hindu Succession Act, it would in effect be entering into the realm of the legislature. The submissions of the petitioners indicate that this court would be required to extensively read words into numerous provisions of the Special Marriage Act and other allied laws. The court is not equipped to undertake an exercise of such wide amplitude because of its institutional limitations. This court would in effect be redrafting the laws in the garb of reading words into the provisions. പ്രത്യേക വിവാഹ നിയമത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്നതിൽ തർക്കമില്ല. എന്നാൽ അത് റദ്ദാക്കാൻ തയ്യാറല്ലെന്നും വിധി പ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു. വിവാഹവും അതിന്റെ നിയമസാധുതയും അവകാശമാണെന്ന് കോടതി പറയുമ്പോഴും അതിനായി വേണ്ട നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇടപെടാൻ കോടതി തയ്യാറാകാതിരിക്കുകയായിരുന്നു. വിവാഹത്തിന് നിയമസാധുത നൽകേണ്ടി വരുമ്പോൾ നിരവധി വശങ്ങൾ പരിഗണിക്കേണ്ടതായി വരുന്നു. ഇതിന് കോടതിക്ക് സാധിക്കില്ല.
നിലവിലെ നിയമങ്ങൾ മാറ്റുമ്പോൾ പലരെയും അത് ബാധിച്ചേക്കാമെന്നും ജസ്റ്റിസ് രവീന്ദ്ര ഭട്ട് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു. കുട്ടികളെ ദത്തെടുക്കാൻ സ്വവർഗ പങ്കാളികൾക്ക് സാധിക്കുമെന്ന് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ ഗൌഡും നിലപാടെടുത്തെങ്കിലും ഇതിനെ ജസ്റ്റിസുമാരായ രവീന്ദ്ര ഭട്ട്, PS നരസിംഹ, ഹിമ കോഹ്ലി എന്നിവർ എതിർത്തതോടെ ആ ആവശ്യവും തള്ളപ്പെട്ടു. LGBTQA സമൂഹം ഏറെ വിവേചനവും അവകാശ ലംഘനങ്ങളും നേരിടുന്നുണ്ട്. അവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാൻ സർക്കാരുകൾ തയ്യാറാകാത്തത് വിവേചനമാണെന്ന സുപ്രധാന നിരീക്ഷണവും ചീഫ് ജസ്റ്റിസ് നടത്തി. PF, ESI, ഇൻഷുറൻസ് തുടങ്ങിയവയിലെ ആനുകൂല്യങ്ങളടക്കമുള്ള വിഷയങ്ങൾ പഠിക്കാൻ സമിതി രൂപീകരിക്കാനും സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. The union government, state governments and governments of union territories are directed to 1. Ensure that the queer community is not discriminated against because of their gender identity or sexual orientation. 2. Ensure that there is no discrimination in access to goods and services to the queer community which are available to the public. 3. Take steps to sensitize the public about queer identity, including that it is natural and not a mental disorder. 4. Establish hotline numbers that the queer community can contact when they face harassment and violence in any form. 5. Establish and publicize the availability of safe houses or Garima Grahs in all districts to provide shelter to members of the queer community who are facing violence or discrimination. 6. Ensure that treatments offered by doctors or other persons which aim to change gender identity or sexual orientation are seized with immediate effect. 7. Ensure that intersex children are not forced to undergo operations with regard only to their sex, especially at an age when they are unable to fully comprehend and consent to such operations. തന്റെ വിധി പ്രസ്താവത്തിലുടനീളം കേന്ദ്ര സർക്കാരിന്റെ ഓരോ വാദമുഖങ്ങളെയും ചീഫ് ജസ്റ്റിസ് എതിർത്തു എന്നതും എടുത്തു പറയണം. കേന്ദ്ര സർക്കാരിന്റെ അർബൻ എലീറ്റിസ്റ്റ് എന്ന പ്രയോഗത്തെ പാടെ ഖണ്ഡിക്കുകയും ചെയ്തു. അത്തരത്തിൽ നഗര കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വാദം. That homosexuality or queerness is not solely an urban concept, nor is it restricted to the upper classes or privileged communities. The discussion in the preceding paragraphs reveals the diversity of the queer population. People may be queer regardless of whether they are from villages, small towns, or semi-urban and urban spaces. Similarly, they may be queer regardless of their caste and economic location. It is not just the English-speaking man with a white-collar job who lives in a metropolitan city and is otherwise affluent who can lay claim to being queer, but also and equally the woman who works in a farm in an agricultural community. Persons may or may not identify with the labels queer, gay, lesbian, trans, etc., either because they speak languages which are not English or for other reasons. ഹർജിക്കാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന നിരീക്ഷണമാണ് വിധിന്യായങ്ങളിലെല്ലാം കാണാനാവുക. Somewhere or the other, I am very partially happy, just like the judgment was today. It was very diplomatic to, maintain the balance in the society by keeping one people think it's fine that, legalization is not happening, but you also understand that we are giving you rights. So yeah, it was a partial decision. It was a diplomatic decision. ശരിക്കും സുപ്രീം കോടതിക്ക് LGBTQA സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാവുകയും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന ബോധ്യവും ഉണ്ട്. അത് വിധി പ്രസ്താവത്തിലുടനീളം പ്രതിഫലിക്കുകയും ചെയ്തു. എന്നാൽ മതസംഘടനകളടക്കം സംസ്കാരം, പൈതൃകം, മാതാവ്, പിതാവ് എന്നീ പദങ്ങളുടെ അർത്ഥം എന്നിവയിൽ ഊന്നിയുള്ള വാദങ്ങളാണ് ഉന്നയിച്ചത്. അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇത്. ഇതിനെതിരായ വാദങ്ങൾ ചീഫ് ജസ്റ്റിസ് തന്റെ വിധി പ്രസ്താവത്തിൽ നിരത്തുന്നുമുണ്ട്. अब जाहिर सी बात है कि जब कोई सांसद पार्लियामेंट में बैठेगा तो वो ये जानेगा कि हमारे मुल्क की तहजीब क्या है, हमारे मुल्क की सकाफत क्या है, हमारे मुल्क की ज़रूरत क्या है. इसलिए आज़ादी के नाम पर सिर्फ आज़ादी का नारा देकर इन तरीके की चीज़ों को, जिसमें बहुत सारी चीज़ें हमारे समाज के ख़िलाफ़ हों और हमारे समाज को कहीं ना कहीं हमारे समाज को दूसरी राह पर ले जाने वाली चीज़ें हों, ये कतई तौर पर किसी भी सूरत में मुनासिब नहीं हो सकती. समलैंगिक विवाह जो है यह अप्राकृतिक दुष्कर्म का जो है बढ़ावा देने वाला था. माननीय सर्वोच्च न्यायालय का जो जजमेंट है यह बहुत ही अच्छा है और अयोध्या से मैं तपस्वी छावनी पीठाधीश्वर जगत गुरु परमहंस से आचार्य. വിധി പ്രസ്താവം മുഴുവൻ കേൾക്കുമ്പോൾ അനുകൂലമാണെന്ന് തോന്നുമെങ്കിലും ആവശ്യം നേടിയെടുക്കാനായില്ല എന്നതാണ് അന്തിമ ഫലം. മറ്റൊരു ഭരണഘടനാ സംവിധാനത്തിന്റെ അധികാരത്തിലേക്ക് കടന്നുകയറാനാകില്ലെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം സുപ്രീംകോടതി ശരിവെക്കുകയായിരുന്നു. ഇന്ത്യ 360 ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. മുൻ DG